എന്റെ അമ്മേന്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഗേൾ ബേബി അമ്മ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മളുടെ ഹെയർ സ്റ്റൈൽ കൊള്ളാമോ? എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ഇവക്ക് ജനിക്കുമ്പോഴേ കുറച്ച് ഹെയർ കുറവായിരുന്നു, ഇപ്പൊ കുറച്ച് മുടി വന്നിട്ടുണ്ട്. എന്റെ അമ്മേന്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഗേൾ ബേബി എങ്കിൽ നല്ല ഹെയർ ഒക്കെ കെട്ടിക്കൊടുക്കാം, പിന്നെ ഡ്രസ്സൊക്കെ നല്ല പാങ്ങല ഇടാന്നൊക്കെ. അപ്പൊ ആ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് ഇവക്ക് ഇന്ന് ഈ ഹെയർ ഇങ്ങനെ കെട്ടിക്കൊടുത്തതാണ് ഗൈസ്. വെറുതെ കരയുന്നത്. ഇപ്പൊ ഉറക്കൊക്കെ കഴിഞ്ഞ് എണീറ്റത്. ആ സാധനം കൊടുത്തപ്പാട് കരച്ചിൽ നിന്നു. ഓള് ചില സമയത്ത് ഇപ്പൊ നമ്മ എന്തെങ്കിലും കൊടുത്തിട്ട് ഓളെ കഴിയുന്നത് വാങ്ങിയാലും ഓളപ്പ കരയും, പിന്നെ തിരിച്ചു കൊടുത്താലും അപ്പൊ കരച്ചിൽ നിർത്തും. അങ്ങനെയൊക്കെ ഉണ്ട്. ഇത് എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ഫേവറേറ്റ് ടോയ് ആണ്. ഇത് ചെറുതുണ്ടാവുമ്പോൾ എല്ലാ പ്രാവശ്യം ഉത്സവത്തിന്റെ സമയത്ത് ഞാൻ ഇത് വാങ്ങും. അപ്പൊ നമ്മ ചെറുതല്ലേ, അപ്പൊ ഇങ്ങനെ കളിക്കുമ്പോൾ അത് പൊട്ടുമല്ലോ. പക്ഷെ ഇതിപ്പോ ഞാൻ വാങ്ങിയിട്ട് ഒരു 5 വർഷം ആവാനായി തോന്നുന്നു. ഇത് ഇവക്ക് അങ്ങനെ ഞാൻ കൊടുക്കാറില്ല ഗൈസ്, കാരണം ഇവള് ഇതിപ്പോ ഒരു 4 പ്രാവശ്യം വായിലിടുമ്പോ പൊട്ടും. വായോ അല്ലെങ്കിൽ ഓളെ നഖം കൊണ്ടിട്ടോ ഇത് പൊട്ടുമല്ലോ. അതുകൊണ്ട് അങ്ങനെ കളിക്കാൻ കൊടുക്കാറില്ല. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ ഇത് സൗണ്ട് ആക്കി കാണിക്കും. പ്രത്യേകിച്ച് റിയാക്ഷൻ ഒന്നും ഓളെ മുഖത്ത് വരില്ല, എന്നാലും. ഒരു പൂച്ച ഉണ്ട്, ഓളതിനെ നോക്കുന്നത് കണ്ട. ആ പൂച്ചനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ നമ്മളെ പൂച്ച അല്ല, എന്നാ വന്ന പൂച്ച ഇവിടെ തന്നെ ഉണ്ട് കുറേ ദിവസമായിട്ട്. വീട്ടിലിരുന്ന് ബോറടിച്ചിട്ട് നമ്മൾ പുറത്തിറങ്ങി ഇപ്രാളമ്മേൻ്റെ വീട്ടിൽ. അപ്പോൾ ഓളിങ്ങനെ ഇവിടെ ഫുള്ള് നോക്കുന്നു. ഇവിടെ ഒരു സ്കൂട്ടി എല്ലാം ഉണ്ട്, അപ്പോൾ ഓളതിനെ നോക്കുന്നുണ്ട്. കിയാര, 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 കിയാര. സ്കൂട്ടി എടുത്തു, സ്കൂട്ടി എടുത്തു. തിരിച്ച് നമ്മൾ വീട്ടിലെത്തി. അപ്പൊ അതിന്റെ ബഹളമാണ് നിങ്ങൾ ഈ കാണുന്നത്. അവളെ ബെഡിൽ കിടത്തിയതിന്റെ ദേഷ്യം. പുറത്തിറങ്ങിയപ്പാട് ഓളിത സെറ്റായിട്ടുണ്ട്. അപ്പോൾ 2 കൊമ്പ് മുളച്ചതൊക്കെ പോയി. ദേഷ്യത്തിൽ തിരിഞ്ഞേം മറിഞ്ഞേം ചെയ്തപ്പാട് അതൊക്കെ പോയി. കിയാര, ഏയ്. ചിലപ്പോൾ എളുപ്പം ആ ടോയ് എടുക്കാൻ പോകുന്ന സ്റ്റൈല് കാണണം. പക്ഷെ ഈ സാധനത്തിലൊക്കെ അങ്ങനെ നീങ്ങാൻ പറ്റുന്നില്ല. ബെഡിൽ കിടത്തിയാൽ ഓള് ഫുള്ള് നീങ്ങാറുണ്ട്. ഒരു മൂലയിന്ന് മറ്റേ മൂലക്കെല്ലാം എത്തും, എന്തെങ്കിലും എടുക്കാനെല്ലാം പോവും. പക്ഷെ ഇതുപോലത്തെ സാധനത്തിലൊക്കെ അങ്ങനെ നീങ്ങാൻ കുറച്ച് കഷ്ടമുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അതിലുള്ള ചിത്രം കണ്ടിട്ട് അത് പറിക്കാൻ നോക്കുന്നത്. മോളെ മുമ്പിൽ ഞാൻ ടെഡി വെച്ചു, അപ്പൊ അതിനെടുക്കാൻ വരുന്നത്. കൊറേ ട്രൈ ചെയ്യുന്നുണ്ട് വരാൻ വേണ്ടിട്ട്, പക്ഷെ ഇതിൽ അങ്ങനെ ഒക്കെ നീങ്ങാൻ പറ്റുന്നില്ല.
എന്തോ സാധനം എന്ന് വിചാരിച്ചിട്ടോളെ അതിനെ പിടിക്കാൻ നോക്കുന്നു, കയ്യിൽ കിട്ടുന്നില്ല. നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഇവിടെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഞാൻ വേറെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്, അതും പോയിട്ട് കാണാൻ മറക്കരുത് ഗൈസ്. കമൻ്റ് ഒക്കെ ചെയ്യാനും മറക്കരുത്. ഭയങ്കര നോട്ടി ഗേളായി മാറിയിട്ടുണ്ട്. ദേഷ്യമൊക്കെ പെട്ടെന്ന് വരും. ഇന്ന് വന്ന ഒരു വെഡിങ് ഇൻവിറ്റേഷൻ കാർഡാണ്, അപ്പോൾ അത് എടുക്കുക, ഒക്കെ അത് വേണം കയ്യില്. അവളെ കയ്യിൽ കിട്ടി, അതും ചിലപ്പോ വായിലോട്ടായിരിക്കും. ബേബീസ് എല്ലാരും ഒരേപോലെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ? മറ്റൊരു ഫ്രണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓളെ വീട്ടിലെ കുഞ്ഞും ഇങ്ങനെ എന്ത് കിട്ടിയാലും വായിലേക്ക് ഇടുന്ന. Kiara, 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 Kiara. ഈ ചാടി വരുന്നത് എൻ്റെ കാലിലെ നെയിൽ പോളിഷ് ഒക്കെ കണ്ടിട്ട് അത് പിടിക്കാൻ വരുന്നതാണ്. ഉപ്പില് വെള്ളം കൊടുത്താല് ഓള് കുടിക്കുന്നത് കുറവ്, അതിനെ കടിച്ചിട്ട് പിടിക്കും. ഇതും ഒക്കെ അത്ര ശീലമൊന്നുമില്ല ഗ്ലാസ്സിൽ കുടിച്ചിട്ട്, എങ്കിലും വെറുതെ കൊടുത്ത് നോക്കുന്നത്. കുറച്ച് കുടിക്കും, തുപ്പിക്കളയും. വാ കിയറ, വാ കിയറ, വാ വാ കിയറ, കിയറ വാ, വാ കിയറ വാ. ക്കാൻ വേണ്ടിട്ടുള്ള കൂക്കൽ. പിന്നെ അവിടെ കാക്ക കരയുന്നുണ്ട്, അപ്പോൾ കാക്കനെ നോക്കുന്നുണ്ട് അല്ലേ? ഇങ്ങനെ മൊബൈല് എടുക്കാൻ പോകും. ഇപ്പൊ ബെഡിൽ മൊബൈൽ ഉണ്ടെങ്കിൽ അത് എടുക്കാൻ പോകും. അപ്പൊ അങ്ങനെ കൊടുക്കുന്നില്ല, മാക്സിമം കൊടുക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓളെ കയ്യിലൊരു മൊബൈൽ കവർ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതോള് അതിൽ കളിക്കുന്നുണ്ട്. ഇപ്പോൾ കാണിച്ചു തരാം.